ഈശോയിൽ പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എല്ലാ ഭാരവും ഒറ്റയ്ക്കങ്ങ് എടുക്കാം എന്നൊന്നും വിചാരിക്കണ്ട. അത് എടുക്കാൻ നമ്മളെ സഹായിക്കാൻ സ്വർഗത്തിൽ നിന്നൊരു സഹായകം വരും, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്നത് ഒരു അനുഭവമാണ്. അമ്മ എന്നത് ഒരു അനുഭവമാവുന്നത് പോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പം അമ്മ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ മനസ്സിലാവില്ല. അതായത് എല്ലാ കാര്യവും ഓക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് അമ്മ അത് ചെയ്തു, അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അമ്മ അങ്ങനെ നമ്മൾ അമ്മയുടെ ആ ഒരു വാല്യൂ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ ഒരു ദിവസം വീട്ടിൽ അമ്മയില്ലാണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും, വീട്ടിൽ അമ്മയില്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, സാധനങ്ങൾ അവിടെ ഇരിക്കണമെന്ന് അറിയുന്നില്ല, എവിടെ തുടക്കണമെന്ന് അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിരന്തരമായിട്ട് വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അശുദ്ധരായതുകൊണ്ട്, പാപികളായതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇല്ലെന്നാണ്. പക്ഷെ അത് തെറ്റാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരാളെ വിട്ടു പോകുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ദൈവിക ശക്തി തന്നെയാണ്. ദൈവം നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. അതായത് ദൈവികമായ രഹസ്യങ്ങളിലേക്ക്, സ്വർഗാനുഭവങ്ങളിലേക്കൊക്കെ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് ഒരു ടീച്ചറാണ്. അപ്പോൾ നമ്മൾ സ്വർഗമെന്ന റിവാർഡ് അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന ആ ദൈവത്തെ സ്വന്തമാക്കാനും നമുക്ക് പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ അഴിച്ചുപണികൾ നടത്തണം, നമ്മുടെ മനസ്സിനെ കാര്യങ്ങൾ പഠിപ്പിക്കണം, നമ്മളെ റിഫോം ചെയ്യണം, നമ്മൾ രണ്ടാമത് തിരുത്തി കാര്യങ്ങൾ പഠിപ്പിച്ച് തരണം, നമ്മളെ ഒരു മോൾഡ് ചെയ്തെടുക്കേണ്ടതാണ്, നമ്മളൊന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് യേശു നമ്മുടെ കൂടെയുണ്ട്, യേശു നമ്മുടെ സഹോദരൻ, സ്നേഹിതനായിട്ട്, സുഹൃത്തായിട്ടൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അച്ഛനാവാൻ വേണ്ടി കുറേ വർഷം പഠിക്കുന്നു, അതിന് ശേഷം പട്ടം കിട്ടുന്നു. അച്ഛനാവാൻ തീരുമാനിക്കുന്ന സമയം മുതൽ അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ തന്നെയാണല്ലേ. പക്ഷെ പട്ടം കിട്ടുമ്പോൾ ഒരു ഔദ്യോഗികമായിട്ടൊരു ഇതാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുള്ള യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ യേശു ക്രിസ്തു എന്ന വ്യക്തിപരമായ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതിനുശേഷം നമ്മൾ പരിശുദ്ധാത്മാവും ഈശോയും കൂടെ ഒന്നിച്ച് കൈപിടിച്ച് നടക്കും. അതിനുശേഷം നമ്മൾ പിതാവ് എന്ന അനുഭവത്തിലേക്ക് എത്തും. അങ്ങനെ സ്വർഗീയ അനുഭവങ്ങളുടെ മുഴുവനും ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. അപ്പോൾ ആദ്യം ആരാണ് നമ്മളെ കൈപിടിക്കേണ്ട ആള്? പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാൻ ഇവിടെ നമ്മൾ തൃത്യേക ദൈവത്തെയാണ് കുറിച്ച് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം മാതാവിനെ കുറിച്ച് പറയാത്തത്. പരിശുദ്ധ അമ്മയാണ് എന്നെ ഈശോയിലേക്ക് എത്തിച്ചത്. എനിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്നും ആ കാലഘട്ടങ്ങളിൽ അറിയില്ലായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് എന്ന ആ ഒരു അനുഭവം നമ്മുടെ തലച്ചോറിന് മനസ്സിലൊക്കെ വരുത്തുന്ന മാറ്റങ്ങൾ മൂലമാണ് നമ്മൾ ഈ ഒരു ഒരുക്കുന്നത്, നമ്മൾ അനുഭവത്തിലേക്ക്, ആത്മീയ അനുഭവത്തിലേക്ക് നമ്മൾ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന അനുഭവം ആണ്. അപ്പോൾ അതായത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടുന്ന, പരിശുദ്ധാത്മാവ് ഓൾറെഡി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, നമ്മളെ ശരിയാക്കി ഒരുക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ദൈവാനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണ്? ഒരു അധ്യാപകനാണ്. ഒരു അധ്യാപകൻ കുട്ടിക്ക് എന്താ പറയുക, എല്ലാ തരത്തിലും കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരാണ് അധ്യാപകർ, അല്ലേ? കുട്ടിക്ക് തെറ്റ് പറ്റുമെന്നറിയാം, കുട്ടീനെ എങ്ങനെ പഠിപ്പിക്കണം എന്നറിയാം, കുട്ടീനെ എങ്ങനെ മോൾഡ് ചെയ്യണം എന്നറിയാം. ചിലരോട് പറയും നീ എഴുതി പഠിക്കും, അപ്പോഴാണ് നിനക്കത് തലയിൽ നിൽക്കുക എന്ന് പറയില്ലേ. ചിലരോട് പറയും നീ ഉറക്കം വായിച്ച് പഠിക്കുന്നു പറയില്ലേ. അപ്പോൾ അത് ഓരോ കുട്ടിയെയും സംബന്ധിച്ച കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യുക, അത് എങ്ങനെയാണ് പരിശീലനം നമ്മൾ പരിശീലിപ്പിക്കുന്നത് ആസ് എ പേഴ്സൺ, നിങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ടോ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഞാൻ പഠിക്കില്ല. എന്നോട് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കൺവിൻസിങ് ആവണം അത്. അപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മതി, പക്ഷെ എനിക്ക് കൺവിൻസ് ആവാൻ കുറച്ച് സമയം എടുക്കും. ഇതൊക്കെ ശരി തന്നെയാണെന്ന് ഞാൻ കുറേ ആലോചിക്കും. അപ്പോൾ അതറിയാവുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ രീതികളിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും എന്നോട് സംസാരിക്കുക. അതായത് നിങ്ങളെ വ്യക്തിപരമായി വളർത്തുന്ന, നിങ്ങളെ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. അപ്പം ആദ്യമേ തന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്കുള്ളത്, നമ്മൾ യോഗ്യത ഇല്ലാത്തവരാണ്, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വരില്ല എന്നാണ്. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉള്ള ആളാണ്. അതിന് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. സഹായകനില്ലാതെ ഒരു ആത്മീയയാത്ര മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു യേശുക്രിസ്തു എന്ന ഒരു അനുഭവത്തിലേക്ക് എത്തണമെങ്കിലും നിങ്ങൾ ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കണം. പരിശുദ്ധാത്മാവെ, എനിക്ക് എൻ്റെ ആത്മാവിനെ ഒരുക്കണമേ, എനിക്ക് ഈശോയെ ഉള്ളിൽ സ്വീകരിക്കാൻ. അത് എൻ്റെ ലൈഫിലൊക്കെ അത് ഞാൻ പ്രാർത്ഥിച്ചിട്ടോ ഞാൻ ഒരുങ്ങിയിട്ടോ അല്ല, അത് ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ ആത്മാവുകൾ ഒരുക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഒരാളാണ് പരിശുദ്ധാത്മാവ്, നമ്മുടെ ഒരു ഫ്രണ്ടാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളൊരു ബുദ്ധി അങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ, ബുദ്ധിക്ക് വേണ്ടി ഉള്ള ആളാണ്. അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ പഠന മേഖലയിലൊക്കെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് വിളിക്കുക. അങ്ങനെയല്ല, ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു കൂട്ടുകാരനെ പോലെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹായകൻ എന്ന് തന്നെയാണ്. അത്
ജീവിതത്തിൻ്റെ ഭാരം ദൈവം നിങ്ങളുടെ തോളിൽ വെച്ച് തന്നിട്ടുള്ള ചില കുരിശുകളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് പറ്റാതെ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതെങ്ങനെ എടുക്കണമെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. അതായത് ഇപ്പോൾ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു സ്ട്രഗിൾ, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലെ ഒരു സ്ട്രഗിൾ, ജോലി മേഖലയിലെ ഒരു സ്ട്രഗിൾ, പരിശുദ്ധാത്മാവേ ഞാൻ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻ്റെ ബ്രെയിൻ എങ്ങനെയാണ് നീ അത് മാറ്റണേ, എനിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് എന്നെ ഒന്ന് ഒരുക്കണേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരാളാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് യോഗ്യത കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരു അധ്യാപകനാണ്. പരിശുദ്ധാത്മാവിനോട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുള്ള യാത്ര നിങ്ങൾ ആരംഭിച്ചിട്ട് ഇതെപ്പോഴാണ് തീരുന്നത്? ഈശോയിൽ എത്തിയത് തീരില്ല, ദൈവത്തിൽ എത്തിയത് ഇത് തീരില്ല. പരിശുദ്ധാത്മാവ് അവസാനം വരെ നിങ്ങളെ നയിക്കേണ്ട ഒരാളാണ്. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ നിങ്ങളായിരിക്കേണ്ട ഒരാളാണ്. പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിനെതിരായ പാപങ്ങൾ, അത് പരിശുദ്ധാത്മാവ് എന്ന് മാത്രമല്ല, ദൈവശക്തിക്ക്, അതായത് ദൈവത്തിൻ്റെ ഡിവൈനിറ്റി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിന് എതിരായിട്ടുള്ള പാപമേഖലകളുണ്ട്. അപ്പം അത് ഉണ്ടാവാതെ സൂക്ഷിക്കുക, ഉണ്ടായിക്കഴിഞ്ഞാൽ കുമ്പസാരിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകാതിരിക്കാനുള്ള ഒരു സാഹചര്യം. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോകുമോ? സോളമനെയൊക്കെ വിട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ വിട്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാപത്തിന് ഈ ആത്മാവ് നമ്മളെ വിട്ടുപോകുന്ന അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോരാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോവല്ല, ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ വിട്ടു വരികയാണ്. ദൈവം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കില്ല, അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് പോകത്തില്ല. നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തി തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു ഇടമായിട്ട് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ മാറുമ്പോൾ, നമ്മൾ അശുദ്ധരാകുമ്പോൾ, നമ്മൾ പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് വരാനോ നമ്മളിൽ ആയിരിക്കാനോ നമ്മളിലൂടെ പ്രവർത്തിക്കാനോ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു വിശുദ്ധമായ ജീവിതമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് നേടണമെങ്കിൽ പോലും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. നമ്മുടെ മനസ്സും ശരീരവും ഒന്നും നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത ഒരിടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇമോഷൻസ് ഒക്കെ വളരെ ഹൈ ആണ്. ഇറ്റ്സ് നോട്ട് ഈസി. ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് വേണ്ടി ഒരുക്കും. വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് സഹായം ചോദിക്കേണ്ട ഒരാളാണ് പരിശുദ്ധാത്മാവ്. ഇനി വീഴ്ച പറ്റിയാൽ മനസ്തപിച്ച് പാവങ്ങളെ ഏറ്റുപറയുന്നത് വഴി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടുതൽ ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. സോ പരിശുദ്ധാത്മാവ് എന്നത് ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള പോലെ തോന്നുവാണ്. അപ്പോൾ എനിക്ക് പേടി തോന്നുവാണ്, കർത്താവ് ഇതെങ്ങനെയാണ് അത് എന്നെ കൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ കർത്താവ് എനിക്ക് പറഞ്ഞു തന്ന, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇതാണ്, ഇതെല്ലാം നീ ഒറ്റയ്ക്ക് എടുക്കുന്നു എന്ന് നീ വിചാരിച്ചിട്ടാണ്. ഇതെല്ലാം നീ ഒറ്റയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇത് എടുക്കാൻ വേണ്ടി സഹായിക്കാൻ ഒരു സ്വർഗം നിൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും, ഒരു ചാലഞ്ചുകൾ വരുമ്പോഴും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ വീട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ പോലും എങ്ങനെയാണ് അത്രയും ചെറിയൊരു കാര്യം പോലും ചെയ്യേണ്ടതെന്ന് എനിക്ക് ആരോ പറഞ്ഞു തരുന്ന പോലെയും എന്നെ ആരോ ഹെൽപ്പ് ചെയ്യുന്ന പോലെയും എന്നെ തോന്നിപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ആണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ചെറിയ വലുതുമായ കാര്യങ്ങളിൽ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു ജീവിതം നമുക്കുണ്ടാകാൻ പാടില്ല. അതിന് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുറവുകളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ സ്വഭാവ പ്രത്യേകതകളൊക്കെ അറിയാം. അപ്പം മനഃപൂർവ്വമായ പാപങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് കഠിനമായ പാപങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. പാപം ചെയ്താൽ മനസ്തപിക്കുക. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ മനസ്സിലാകുമെങ്കിലും പരിശുദ്ധാത്മാവിന് ഇറങ്ങിപ്പോകാൻ അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റാത്ത വിധം അസ്വസ്ഥമായ, അശുദ്ധമായ, പാപം നിറഞ്ഞ ഒരു ശരീരമോ മനസ്സോ ആയിട്ട് നിങ്ങൾ മാറാതിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.